ഈ 3 കളർ റോസ് ഒരു ചെടിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിനെന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ. അന്നേരം ദാണ്ടെ ചുവന്ന റോസുണ്ട്, റെഡ് പിനാക്ക എന്ന് പറയുന്ന വെറൈറ്റി ചുവപ്പുണ്ട്, യെല്ലോ ഉണ്ട്, ഒരു പിങ്ക് കളറുണ്ട്. ഈ 3 വെറൈറ്റി റോസ് ഒരു ചെടിയിൽ, ഒരു കാട്ട് റോസ്, അതായത് റൂട്ട് സ്റ്റോക്ക് കാട്ട് റോസാണ്. ഈ കാട്ട് റോസിനകത്ത് ഈ 3 വെറൈറ്റി എങ്ങനെയാണ് ബഡ് ചെയ്യുന്നതെന്ന് കാണാൻ താല്പര്യമുണ്ട്. ഒരു 8 മിനിറ്റ് സമയം തരുമോ? ബാ, നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിച്ചോ. അടിപൊളി വീഡിയോ. ഓക്കെ, അതിന് ഈ വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു. കണ്ട, ഇത് പൊട്ടിപ്പോയി. ഇതേപോലെ എടുക്കാൻ പാടില്ല കേട്ടോ, ഇതേപോലെ എടുക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. അതിന് താണ്ടെ 1, 2, 3 വെറൈറ്റി റോസ് ഒരെണ്ണത്തിനകത്ത് എങ്ങനെ ബഡ് ചെയ്യുന്നതെന്ന് കാണാൻ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ. നമുക്ക് താണ്ടെ ഒന്ന് റെഡിയാക്കി നോക്കിയാലോ. അതിന് താണ്ടെ ഐശ്വര്യമായിട്ട് ആദ്യമേ അവൻ ഇച്ചിരി ഒരു നന്നായിട്ടൊന്ന് മൂർച്ച ചെയ്താം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒരെണ്ണം നന്നായിട്ടൊന്ന് ബഡ് ചെയ്ത് വെച്ചാലോ. കൂടിങ് വായും അന്നേരം താണ്ട് നമുക്കിത് നല്ല വൃത്തിയാവണം അങ്ങോട്ട് ഉരച്ചൊന്ന് തയ്യാറാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെറുക്കനെ കൊണ്ട് ഒന്ന് ബഡ് ചെയ്യാം. ഓക്കെ, അന്നേരം താണ്ട് ഈ 3 വെറൈറ്റി റോസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റോസുണ്ട്, അതേപോലെ തന്നെ മഞ്ഞയുണ്ട്, താണ്ടെ ചുവപ്പുണ്ട്. ഓക്കെ, തുടങ്ങാം. അന്നേരം ഇതിനകത്ത് ഒരുപാട് മുള്ളുണ്ട് കേട്ടോ. ആദ്യമേ നമ്മൾ ഈ സയോണിനകത്ത് നല്ല മുള്ളുണ്ടായതുകൊണ്ട് അതിനെ പതുക്കെ ആ മുള്ള ആദ്യമേ എടുക്കണം, ഇല്ലെങ്കിൽ ഇവന്മാർ ഈ മുള്ള് ഈ പ്ലാസ്റ്റിക്കിനെ ഡാമേജ് ചെയ്യും. ഓക്കെ, ഡീറ്റെയിൽഡ് വീഡിയോ കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി ഫുള്ള് കണ്ടോ. ഇത് നമ്മൾ 3ാമത്തെ വെറൈറ്റിയാണ്. 3ാമത്തെ വെറൈറ്റി താണ്ടെ 2 എണ്ണം മുള്ളൊക്കെ കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി 3ാമത്തെ വെറൈറ്റി. അന്നേരം താണ്ടെ ഫസ്റ്റ് ഇതേപോലെ ബാർക്ക് ഇതേപോലെ എടുക്കണേ. കണ്ട, ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? അതാണ്ട് ഇതേപോലെ പതുക്കെ നമുക്ക് ഇതേപോലെ ഇളക്കിയെടുക്കാം, തൊലി ഇളക്കിയെടുക്കണേ. ഇനി നമുക്ക് ബഡ് ഇളക്കുന്നത് കണ്ടാലോ. അതാണ്ട് ബഡ് ക്ലിയർ ആയിട്ട് കണ്ടോ. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതേപോലെ പതുക്കെ ബഡ് ഇളക്കിയെടുക്കണം. കണ്ട, അതാണ്ട് സിമ്പിളായിട്ട് പതുക്കെ ഇളക്കിയെടുക്കണേ. കണ്ട, കണ്ണ് പൊട്ടാതെ കയറി വന്നാണ്ട. കണ്ടേ, ഇതാണ് അതിൻ്റെ കണ്ണ്. അതിനി ഇതിൻ്റെ 2 സൈഡും പതുക്കെ കട്ട് ചെയ്ത് കളയണം. രണ്ട് സൈഡും പതുക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബഡ്, കണ്ണുള്ള ബഡ് തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലേ, അതിൻ്റെ ഇല വരുന്ന ഭാഗവും നമ്മൾ കട്ട് ചെയ്തത്. അതിൻ്റെ മുകുളം മാത്രമാണ് നമ്മളിനി വെക്കാൻ വേണ്ടി പോകുന്നത്. താണ്ടെ നോക്കിയോ, പതുക്കെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഭാഗം പതുക്കെ ഇങ്ങനെ ഇളക്കി കളയണം. വെള്ള കണ്ട, വെള്ള ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്. അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്നിട്ട് വയ്ക്കുക. ഈ കണ്ണിൽ വിരൽ കൊള്ളരുത്. ഓക്കെ, അതിനുശേഷം നല്ലൊരു ടേപ്പ് എടുക്കുക, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതാണ്ടേ ടൈറ്റ് ചെയ്ത് ആ കണ്ണും കൂടെ മറഞ്ഞ് വേണം മേളിലോട്ട് പോകാനായിട്ട്. കണ്ട, ഓക്കെ. അന്നേരം നമ്മൾ ഒരു വെറൈറ്റി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ടീ ബഡാണേ. ഇതാണ്ടേ ടീ പോലെ ഒരു വര മേളിലോട്ടും ഒരു വര താഴോട്ടും, കറക്റ്റ് ടീ വരയ്ക്കുന്നത് പോലെ തന്നെയാണ്. അതിനുശേഷം 2 സൈഡിലായിട്ട് ആ ബാർക്കിനെ ചെറുതായിട്ടൊന്ന് അകത്തുക. കണ്ട, അങ്ങനെ ഷാർപ്പായിട്ടില്ല. വീണ്ടും നമ്മളൊന്ന് വരയ്ക്കുവാണേ. അതിനുശേഷമായിട്ട് 2ാമത്തെ ബഡ് എടുത്തിട്ടുണ്ട്. അതിനെ പതുക്കി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കൂ. ഇതാണ്ട് കണ്ട, കറക്റ്റായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കാം. കണ്ണ് പൊട്ടാതെ പതുക്കെ സൗമ്യമായിട്ട് ഇളക്കിയെടുക്കുന്ന ഒരു പണിയാണ് കേട്ടോ, ചുമ്മാ പറഞ്ഞതല്ല. ഇളക്കിയെടുക്കുന്നത് ഒരു പണിയുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. കണ്ട, ഇത് പൊട്ടിപ്പോയി. ഇതേപോലെ എടുക്കാൻ പാടില്ല കേട്ടോ, ഇതേപോലെ എടുക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പോയാൽ അമ്മരെ നമ്മൾ അടുത്തതിനകത്ത് പിടിച്ചോണം. കണ്ട, ഇത് മഞ്ഞയാണേ, മഞ്ഞയുടെ ബഡാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇതാണ്ട് ഇനി നമുക്ക് ഇളക്കി വെക്കാം. സേഫായിട്ട് കിട്ടിയാൽ അത് നമുക്ക് എടുക്കാം. ഇതാണ്ടേ പതുക്കെ ഇതാ നൈസിന് തിക്കി ഇളക്കിയെടുക്കണം. അതൊരു കഴിവാണ്. പതുക്കെ സേഫായിട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇളകി വരുന്നുണ്ട്. കണ്ണ് പൊട്ടാതെ കിട്ടണം. ഓക്കെ, റെഡി. കണ്ട
കണ്ണ് പൊട്ടിയിട്ടുണ്ടോ നോക്കിയാൽ ഇത് പ്യുവർ കണ്ണാണ്. ഈ കണ്ണിനൊരു കുഴപ്പമില്ല. ഇത് നമ്മൾ ആ പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുണ്ട് നൈസിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ താണ്ടെ നോക്കി മനസ്സിലാക്കി ഇതിൻ്റെ തലഭാഗം എവിടെയാണ് വരുന്നതെന്ന് നോക്കിക്കൊണ്ട് തിരിച്ച് വയ്ക്കരുത്. കറക്റ്റായിട്ട് ഒരു മുകളം ഇതുവഴി കിളിച്ച് വരുന്നതെന്ന് നോക്കിയതിന് ശേഷം പതുക്കെ ടീ പോലെ തുറന്ന് വെച്ചേക്കുന്നില്ലേ, അതിനെ പതുക്കി അങ്ങോട്ട് അകത്തി അതിനകത്തേക്ക് ഈ ബഡിനെ ഇളക്കേറ്റി വയ്ക്കണം. ഇത് ടീ ബഡ്. ഇതാണ്ട പതുക്കെ മതി. പണ്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. പണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. ഇതാണ്ട് ബഡ് കയറിയിരിക്കുന്നുണ്ട. അകത്തോട്ട് കയറ്റി വെച്ചു. അത് സേഫായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സേഫായിട്ട് അതിനകത്തോട്ട് കയറിയിരിക്കണ്ട. ഇനി നമ്മളിതാ അതിനെ നല്ലൊരു ടേപ്പ് എടുത്ത് കറക്കി ഇതേപോലെ കെട്ടി അങ്ങോട്ട് എടുക്കണം. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കണ്ണ് പൊട്ട എടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താണ്ടെ ഒരെണ്ണത്തിൽ 2 വെറൈറ്റി ആയേ. ഇനി ഇതേപോലെ താണ്ടെ 3ാമത്തെ വെറൈറ്റിയും കൂടെ നമുക്ക് അതിനകത്ത് വയ്ക്കാം. ഓക്കെ, ഇത് സമയം തരണം. ഇത്രയും നല്ല അടിപൊളി വീഡിയോ അല്ലയോ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ അല്ലേ. ഇത് വെറൈറ്റിയാണ്. ടീ തന്നെ എടുത്താൽ മതി. ടീ നേരെ കൊടുത്ത് ഒരു 2 വര നല്ല ഷാർപ്പായിട്ടുള്ള ഇത് വെച്ചിട്ട് 2 വരയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് 2 എണ്ണം സെറ്റ് ചെയ്തെടുക്കാം. അതാണ്ടേ ഇതിപ്പോൾ നമ്മൾ 2ാം കുറ്റിയിലാണ് ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നഴ്സറിയിൽ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അടുത്ത റോസിൻ്റെ ബഡിങ് ആണ് ഇന്നത്തെ വീഡിയോ. അതാണ്ട് 3ാമത്തെ വെറൈറ്റിയാണ്. ഈ വെറൈറ്റി തന്നെ നമ്മൾ ബഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കീറും. നമ്മളങ്ങനെ മേളിൽ കൂടെ ചുറ്റി വരുമ്പോഴത്തേക്ക് ഇത് പ്ലാസ്റ്റിക് കീറാനായിട്ടുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെന്താണ്ട് സേഫായിട്ട് നമുക്ക് അതിനെയും കൂടെ നമുക്ക് വിശാലമായിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇതാണ്ട് വളരെ പതുക്കെ മതി. ഇത് കുറച്ച് നാളെടുക്കും ഇത് കയ്യിലേക്ക് ഒന്ന് വഴങ്ങി വരാനായിട്ട്. അതെ, ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൂടുതൽ നല്ല അടിപൊളിയായിട്ട് ആര് കാണിച്ചു തരുമ്പോഴായി. വളരെ സിമ്പിളായിട്ടാണ്. ഇതാ 2 സൈഡും പതുക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അതിന് ശേഷമായിട്ട് അതിൻ്റെ ഇല വരുന്ന ഭാഗം നോക്കുന്നു. ഇനി അതേപോലെ ഇതാണ്ട് ഈ ഒരു വശത്തായിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇതാണ്ട് അതിനകത്തോട്ട് പതുക്കെ ഇറക്കി വയ്ക്കും. ടീ അല്ലേ, മേളിലുണ്ടല്ലോ, മേളിലൊരു വര വരച്ചെടുത്ത് താഴോട്ട് ടീ പോലെ ടീ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതല്ലേ, അകത്തോട്ട് ഇറക്കി അങ്ങോട്ട് വയ്ക്കും. അതിന് ശേഷം ഇതാണ്ട് അതിനകത്ത് സേഫായിട്ടിരുന്നു. ഇതാണ്ട് കറക്റ്റായിട്ട് കയറിയിരിക്കുന്ന നോക്കി കണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ വാരി ഞാൻ കെട്ടുക. മേളിലോട്ട് കെട്ടി വരിക. കണ്ണും കൂടെ മറഞ്ഞ് വേണം മേളിലോട്ട് പോകാനായിട്ട്. ഇതാണ്ട് 1 ഇതാണ്ട് 2 3 വെറൈറ്റി. ഒരു ചെടിയിൽ 3 വെറൈറ്റി ബഡ് ചെയ്ത് റോസ്. ഇതാണ്ട് അതിൻ്റെ ബാക്കി നമുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ്ട് ഈ ഒരു സ്റ്റിക്കിൽ നിന്ന് ഇതാണ്ട് ഇപ്പോൾ ഇതാണ്ട് ഒരെണ്ണം ഇവിടെ ചെയ്ത്, ഒരെണ്ണം ഇവിടെ ചെയ്ത് കണ്ട 3 എണ്ണം ഒരു ചെടിയിൽ 3 റോസ്. കാട്ട് റോസിനാണ് ഇത് ചെയ്തേക്കുന്നത്. അതേപോലെ ആ ചെയ്തേക്കുന്ന ബാക്കി ഇതാണ്ടേ ഇത്രയും ബാക്കി ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇനി 2, 3, 4, 5 ചെടി വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ മക്കളെ? സുഖമാണോ? അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എടുത്താൽ മാക്സിമം ഷെയർ ചെയ്തു. ഓക്കെ, അന്നേരം താണ്ടേ ഇത് 3 വെറൈറ്റിയാണ് നമ്മൾ താണ്ട് ഈ മരത്തിനകത്ത് ചെയ്തേക്കുന്നത്. മരവില ചെടിക്കകത്ത് കാട്ട് റോസാണ് ഒഴുക്കിയേക്കുന്നത്. 1 ചെടി, 2 ചെടി, 3 ചെടി. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ അല്ലേ? ഇതേപോലെ നല്ല നല്ല വീഡിയോ അല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അന്നേരം നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ടോ, പേജൊന്ന് ഫോളോ ചെയ്തിട്ടോ. ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, കുമാർ നഴ്സറി കൊല്ലം. ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്, കയറി കണ്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പം മനസ്സിലായ എങ്ങനെയാണ് ഈ 3 വെറൈറ്റി 4 വെറൈറ്റി റോസൊക്കെ ഒരു ചെടിയിൽ വരുന്നതെന്നുള്ളത്? അന്നേരം ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് നമ്മളെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. ഓക്കെ, താങ്ക് യു.